ഒരു നിർണായക പാത ലോകഭൂപടത്തിൽ വളരെ ചെറിയൊരു ഭാഗമാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാത ലോകത്തിൻ്റെ ഊർജ ധമനി എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ അഞ്ചിലൊന്ന് ഭാഗം കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്വസ്ഥത പോലും ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിലും ഇന്ധന വിലയിലും വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. ഇന്ന് പശ്ചിമേഷ്യ യുദ്ധഭീതിയുടെ നിഴലിലായപ്പോൾ ഹോർമൂസ് വീണ്ടും ചർച്ചയാകുന്നത് ഇതുകൊണ്ടാണ്. ഹോർമൂസ് കടലിടുക്ക് ലക്ഷ്യമിടുന്നതിലൂടെ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉറപ്പിക്കാനും പാശ്ചാത്യ ശക്തികൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ സമ്മർദ്ദം ചെലുത്താനുമാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. തന്ത്രപരമായ സമ്മർദ്ദം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും മറുപടിയായി ഇറാൻ ഇതിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്നതാണ്. തങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ സൈനിക ഭീഷണികൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ആഗോള എണ്ണയുടെ വിതരണം തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് വഴി പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ആഗോള ഇന്ധന വിതരണത്തിലെ നിയന്ത്രണം. ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ ഏകദേശം 20 മുതൽ 30% കടന്നു പോകുന്നത് ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. ഈ പാതയുടെ വടക്കേ തീരം ഇറാനാണ് നിയന്ത്രിക്കുന്നത്. ഇടുങ്ങിയ ഈ പാതയിൽ ഒരു ചെറിയ തടസ്സം സൃഷ്ടിച്ചാൽ പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് അമേരിക്കയെയും യൂറോപ്പിനെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഈ എണ്ണയുദ്ധ സാധ്യതയാണ് ഇറാനിലെ നേതൃത്വത്തിൻ്റെ പ്രധാന കരുത്ത്. സൈനികമായ മേധാവിത്വം. ഭൗമശാസ്ത്രപരമായി ഹോർമൂസ് കടലിടുക്ക് ഇറാന് അനുകൂലമാണ്. കടലിടുക്കിൻ്റെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ടുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ, സമുദ്രഖനികൾ എന്നിവ ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഇറാന് എളുപ്പത്തിൽ സാധിക്കും. വലിയ യുദ്ധക്കപ്പലുകൾക്ക് പോലും ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ ബുദ്ധിമുട്ടാണ്. നയതന്ത്രം ഒരു ടോൾ സിസ്റ്റമായി മാറ്റുന്നു. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിനെ ഒരു നിയന്ത്രണ സംവിധാനമായി ഇറാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കടന്നുപോകുന്ന കപ്പലുകൾക്ക് ട്രാൻസിറ്റ് ഫീ ഏർപ്പെടുത്തുകയോ തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രം കടത്തിവിടുകയോ ചെയ്യുന്നതിലൂടെ കടലിടുക്കിൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരം സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. പ്രതികാര നടപടി. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയോ എണ്ണ കയറ്റുമതിക്കോ മറ്റു രാജ്യങ്ങൾ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതിനുള്ള തിരിച്ചടിയായി കടലിടുക്കിൻ്റെ ഗതാഗതം തടയുന്നത് ഇറാൻ ഒരു പ്രതിരോധ മാർഗമായി കാണുന്നു. ചുരുക്കത്തിൽ ഹോർമസ് കടലിടുക്കിൻ്റെ മുകളിലുള്ള നിയന്ത്രണം ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജലപാതയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലനിൽപ്പും ശക്തിയും തെളിയിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രപരമായ ആയുധമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമസ് കടലിടുക്ക് വെറുമൊരു കപ്പൽ പാതയല്ല, മറിച്ച് തങ്ങളുടെ ആഗോള മേധാവിത്വത്തിൻ്റെ പ്രതീകമാണ്. മേഖലയിൽ തങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. അബ്രഹാം അക്കോർഡിസിലൂടെ ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപീകരിക്കാനും പട്രോളിംഗ് ശക്തമാക്കാനും അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ നീക്കങ്ങൾ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപീകരിക്കാനും പട്രോളിംഗ് ശക്തമാക്കാനും അമേരിക്ക നേതൃത്വം നൽകുന്നു. ഈ നീക്കങ്ങൾ ഇറാനെ ശ്വാസം മുട്ടിക്കുന്ന നടപടിയായാണ് ടെഹ്റാൻ കാണുന്നത്. ഹോർമൂസ് കടലിടുക്ക് സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ വിഷയമാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ ക്ഷേമം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നതെന്ന് വിശദമായി താഴെ നൽകുന്നു. ഇന്ധനവിലയും പണപ്പെരുപ്പവും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം തടസ്സപ്പെടുകയോ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്താൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ധനവില വർധനവ്. പെട്രോൾ, ഡീസൽ വില ക്രമാതീതമായി ഉയരുന്നത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കും. പണപ്പെരുപ്പം. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ പച്ചക്കറി മുതൽ അവശ്യ സാധനങ്ങൾ വരെ എല്ലാറ്റിൻ്റെയും വില ഉയരുന്നു. ഇത് സാധാരണക്കാരൻ്റെ ജീവിത ചെലവിനെ നേരിട്ട് ബാധിക്കുന്നു. പ്രവാസികളുടെ സുരക്ഷ. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്താൽ സുരക്ഷാ ഭീഷണി. യുദ്ധ മേഖലയിൽ പ്രവാസികളുടെ സുരക്ഷ വലിയൊരു
ചോദ്യചിഹ്നമായി മാറും. തൊഴിൽ നഷ്ടം. യുദ്ധം മൂലം കമ്പനികൾ അടച്ചുപൂട്ടുകയോ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയോ ചെയ്താൽ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാനും നാട്ടിലേക്ക് മടങ്ങേണ്ടി വരാനുമുള്ള സാധ്യതയുമുണ്ട്. പുനരധിവാസം. ഇത്രയും വലിയൊരു വിഭാഗം പ്രവാസികൾ പെട്ടെന്ന് തിരികെ വന്നാൽ അത് ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ വലിയ സമ്മർദ്ദം ചെലുത്തും. വ്യാപാര വാണിജ്യ പ്രതിസന്ധി. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ ശക്തമാണ്. ഹോർമുസ് കടലിടുക്ക് അടയുന്നത് ചരക്ക് ഗതാഗതത്തെ താറുമാറാക്കും. കയറ്റുമതി ഇറക്കുമതി. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും തിരിച്ചുമുള്ള കയറ്റുമതിയും ഇറക്കുമതിയും തടസ്സപ്പെടുന്നത് വ്യാപാരികളെയും വ്യവസായികളെയും പ്രതികൂലമായി ബാധിക്കും. കപ്പൽ ചെലവ്. സുരക്ഷിതമായ മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരുന്നത് ചരക്ക് നീക്കത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ വലിയൊരു പങ്കും ഇന്ധനത്തിലാണ്. ഇത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറയാനും വിദേശ നിക്ഷേപങ്ങളിൽ ചാഞ്ചാട്ടമുണ്ടാകാനും കാരണമാകാം. നയതന്ത്ര വെല്ലുവിളികൾ. ഇന്ത്യക്ക് ഇറാനുമായും സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായും സൗഹൃദ ബന്ധമുണ്ട്. ഈ രണ്ട് ചേരികളും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയെ നയതന്ത്രപരമായി വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു പക്ഷം ചേരാതെ സമാധാനപരമായ ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുക എന്നത് ഇന്ത്യക്ക് എപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ, ഹോർമുസ് കടലിടുക്കിലെ ഒരു വെടിപൊട്ടൽ ഇന്ത്യയുടെ അകത്തളങ്ങളിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇന്ധന വില വർധനവ് മുതൽ പ്രവാസികളുടെ മടങ്ങിവരവ് വരെ നീളുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ പ്രശ്നം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കും അനിവാര്യമാണ്. യുദ്ധം കൊണ്ട് ആർക്കും നേട്ടമുണ്ടാകില്ല എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ മാത്രമാണ് ഏക പോംവഴി. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള അടുപ്പവും ചൈനയുടെ ഇടനില ശ്രമങ്ങളും ഒരു പരിധിവരെ ആശ്വാസകരമാണ്. എന്നാൽ പരസ്പരമുള്ള അവിശ്വാസവും രാഷ്ട്രീയ പകയും നയതന്ത്ര ചർച്ചകളെ പലപ്പോഴും പരാജയപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ഓരോ മിസൈൽ പരീക്ഷണങ്ങളും ലോകത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ശാന്തത ലോക സമാധാനത്തിന് അത്യാവശ്യമാണ്. ആഗോള ശക്തികൾ സംയമനം പാലിക്കുകയും പ്രശ്നങ്ങളെ യുദ്ധത്തിലല്ല മറിച്ച് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധത്തിൻ്റെ കരിനിഴൽ ഇന്ന് സമാധാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഈ മേഖല കടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.